അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നാം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഫെയിലുകളുടെ 3 ഇനങ്ങളെ കുറിച്ചിട്ട് 3 മക്കളെ കുറിച്ചിട്ട് നാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒന്ന് മാദിയായ ഫെയില്, അതായത് കഴിഞ്ഞ കാലത്ത് ഭൂതകാലത്ത് സംഭവിച്ച പ്രവൃത്തികൾക്കാണ് മാദി എന്ന് പറയുക എന്ന് പറഞ്ഞു. ഇപ്പോൾ ഉദാഹരണത്തിന്, ഞാൻ ഇന്നലെ മന്തി കഴിച്ചു, അക്കൽത്തുൽ മന്തി അംസി, ഞാൻ ഇന്നലെ മന്തി കഴിച്ചു. അല്ലെങ്കിൽ ജറൽ കൽബു, നായ ഓടി. അല്ലെങ്കിൽ വറബൽ ഉസ്താദ് അടിച്ചു, കുട്ടിയെ അടിച്ചു. അപ്പോൾ മുൻകാലത്ത് സംഭവിച്ച പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്ന ഫെയിലിനാണ് അറബിയിൽ അൽ ഫെയിലുൽ മാദി എന്ന് പറയൽ. ഇംഗ്ലീഷിൽ പാസ്റ്റ് ടെൻസ് എന്ന് പറയും. ഹി വെൻറ്റ്, അവൻ പോയി, അങ്ങനെ പറയില്ലേ. അതുപോലെ പിന്നെ രണ്ടാമത്തെ ഫെയിലായിരുന്നു അൽ ഫെയിലുൽ മുളാരിഉ, വരാനിരിക്കുന്ന സമയത്ത് ഭാവി കാലത്ത് സംഭവിക്കുന്ന ഫെയിലിനെ കുറിച്ചാണ് അൽ ഫെയിലുൽ മുളാരിഉ എന്ന് നമ്മൾ പറഞ്ഞു. ഉദാഹരണത്തിന്, യജിരിൽ അസദു, സിംഹം ഓടും. അല്ലെങ്കിൽ യഅ്കുലുൽ അസദു അൽ അർണബ, സിംഹം എന്താകും, മുയലിനെ തിന്നും. ഇംഗ്ലീഷിൽ അതിനെന്ത് പറയും? ഇംഗ്ലീഷിൽ അതിന് ഫ്യൂച്ചർ എന്ന് പറയും. പിന്നെ ഉള്ളതാണ് അംർ, ഫെയിലുൽ അംർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൽപ്പിക്കുക, അതിനെക്കുറിച്ചാണ്. പിന്നെയുള്ളതായിരുന്നു നമ്മൾ അംർ എന്ന് പറഞ്ഞല്ലേ, നീ ലാബ്, അതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ് എടുത്തിരുന്നത്, നീ കളിക്ക് അല്ലേ. അപ്പോൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഫെയിലിൻ്റെ 3 മക്കളായ മാദിയെക്കുറിച്ചും മുളാരിയെക്കുറിച്ചും അംറിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു ഫെയിലിന് ശേഷം വരുന്നതായ അതിൻ്റെ പേരമക്കളെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഒരു പ്രവൃത്തി ആരാണോ ചെയ്തത്, ആ ചെയ്ത ആളെ കുറിച്ചിട്ടാണ് അറബിയിൽ നമ്മൾ എന്ത് പറയുക? ഫായിൽ എന്ന് പറയുക. കർത്താവ്, ആരാണോ ഒരു പ്രവൃത്തി ചെയ്യുന്നത്, ആ പ്രവൃത്തി ചെയ്യുന്ന ആളെക്കുറിച്ചാണ് മലയാളത്തിൽ കർത്താവ് എന്ന് പറയും. അറബിയിൽ അവനെക്കുറിച്ച് ഫായിൽ എന്ന് പറയും. ഇപ്പോൾ തിന്നു എന്നുള്ള പ്രവൃത്തി ഞാൻ ചെയ്താൽ അവിടെ ഞാനാണ് ഫായിൽ. ഇപ്പോൾ വേറെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, സിംഹം തിന്നു, സിംഹം മാനിനെ തിന്നു എങ്കിൽ തിന്ന ആളാരാണ്? സിംഹമല്ലേ. ആ സിംഹമാണ് ആ ഫെയിലിൻ്റെ കർത്താവ്, അതായത് അറബിയിൽ ഫായിൽ. അപ്പോൾ അക്കൽ അസദു എന്ന് പറഞ്ഞാൽ അവിടുത്തെ അക്കല എന്നുള്ളത് ഫെയിലും അൽ അസദ് എന്നുള്ളത് എന്താണ്? ഫായിലുമാകുന്നു. ആ പ്രവൃത്തി ചെയ്ത ആളെ കുറിച്ചിട്ടാണ് അറബിയിൽ ഫായിൽ എന്ന് പറയുക, മലയാളത്തിൽ കർത്താവ് എന്ന് പറയും. ഓക്കെ. അപ്പോൾ ഇതിൽ കണ്ടില്ല മക്കളെ, തോറൽ ഉസ്ഫൂറു, കുരുവി പറന്നു. അപ്പോൾ പറന്ന വ്യക്തി ആരാണ്? കുരുവിയാണ്. ആ പറക്കുക എന്നുള്ള പ്രവൃത്തി ചെയ്തത് ആരാണ്? കുരുവിയാണ്. അപ്പോൾ ഉസ്ഫൂർ എന്നുള്ളത് എന്താണ്? അതിൻ്റെ പേരാണ് ഫായിൽ. അതുപോലെ ജറൽ ഹിസാനു, കുതിര ഓടി. ജറ എന്നുള്ളത് ഫെയിൽ അല്ലേ. അപ്പോൾ ആ ഓടുക എന്നുള്ള പ്രവൃത്തി ചെയ്തത് ആരാണ്? കുതിരയാണ്. അപ്പോൾ അൽ ഹിസാൻ എന്നുള്ളത് എന്താണ്? അവിടുത്തെ ഫായിലാണ്. പിന്നെ ലഇബൽ വലതു, കുട്ടി കളിച്ചു. ലഇബ എന്നുള്ള കളിക്കുക എന്നുള്ള പ്രവൃത്തി ആരാ ചെയ്തത്? കുട്ടിയാണ് ചെയ്തത്. അപ്പോൾ ആ വലത് എന്നുള്ളത് എന്ത്? അവിടുത്തെ ഫായിൽ. ഓക്കെ. ഇനി നമുക്ക് കായിദയിലേക്ക് പോകാം. അപ്പോൾ ഓരോ പ്രവൃത്തിയും ചെയ്യുന്ന ആളെക്കുറിച്ചാണ് നാം ഫായിൽ എന്ന് പറയുക. അൽ ഫായിലു എന്ന് പറഞ്ഞാൽ ഇസ്മുൻ, ഒരു ഇസ്മായിരിക്കും. എങ്ങനത്തെ ഇസ്മായിരിക്കും? മർഫോൻ, ലൊമ്മ് ചെയ്യപ്പെട്ട അല്ലേ. ഫത്തഹ്, കസർ, ലൊമ്മൊക്കെ അറിയില്ലേ. അങ്ങനത്തെ ലൊമ്മ് ചെയ്യപ്പെട്ട ഇസ്മായിരിക്കും ഒരു ഫായിൽ. എങ്ങനത്തെ ഇസ്മാണ്? തഖദ്ദമഹു, അതിൻ്റെ മുമ്പ് വന്നിട്ടുണ്ടാകും ഫെയിലുൻ, ഒരു ഫെയില്. അപ്പോൾ ഈ ഉദാഹരണത്തിൽ നോക്കൂ മക്കളെ, തോറൽ ഉസ്ഫൂറു, ഫായിൽ എന്ന് പറഞ്ഞാൽ ലൊമ്മ് ചെയ്യപ്പെട്ട ഇസ്മാണ് അല്ലേ. ഉസ്ഫർ എന്നുള്ള ഇസ്മാണ് അല്ലേ. പിന്നെ ലൊമ്മ ചെയ്യപ്പെട്ടിട്ടില്ലേ? അൽ ഉസ്ഫൂറു അല്ലേ, ലൊമ്മ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ മുമ്പ് തോറ എന്നുള്ളൊരു ഫേലും കണ്ടില്ല മക്കൾ.
ഈ ലൊമ്മ ചെയ്യപ്പെട്ട ഒരു ഇസ്മായിരിക്കും. അതിന് മുമ്പ് എന്തുണ്ടാകും? ഒരു ഫിഅലും ഉണ്ടാകും. അപ്പോൾ ഈ തോറ എന്നുള്ള ഫിഅൽ കണ്ടല്ലോ മക്കൾ, ഈ തോറ എന്നുള്ള ഫിഅലാണ് ആ പ്രവൃത്തി ചെയ്യുക എന്നുള്ളതിൻ്റെ മേലെ അറിയിക്കുന്ന ഫീലാണ് തോറ, അല്ലേ? പറക്കുക. ആ പ്രവൃത്തി ചെയ്തതാരാണ്? ആ കുരുവിയാണ്. അപ്പോൾ ആ കുരുവിയെക്കുറിച്ചാണ് അറബിയിൽ എന്ത് പറയുക? ഫാഇൽ എന്ന് പറയുക. അപ്പോൾ ഈ തോറ എന്നുള്ളതാണ് എന്ത്? ഇവിടുത്തെ ഫിഅല്. ഉസ്ഫൂർ എന്നുള്ളത് എന്താണ്? ഫായിലുമാകുന്നു കേട്ടോ. എന്താണ്? ഫായിലുൻ, ഫായിലാകുന്നു. ഓക്കെ. അതുപോലെ ഹിസാൻ എന്താണ്? അതും ഫായിലാണ്. വലത് എന്നുള്ളത് എന്താണ്? അതും ഫായിൽ തന്നെയാകുന്നു. ഈ സമക്കു എന്നുള്ളതും ഫായിലാണ്. അൽ ബൗദു അതും എന്താണ്? ബൗദ് എന്ന് പറഞ്ഞാൽ കൊതുക്, സമക്ക് എന്ന് പറഞ്ഞാൽ മീൻ. അതൊക്കെ എന്താണ്? ഇവിടുത്തെ ഫായിലാണ്. ഇതെല്ലാം ഇസ്മുകളാണ്, അല്ലേ? ഉസ്ഫർ എന്നുള്ളതും ഹിസാൻ എന്നുള്ളതും വലത് എന്നുള്ളതൊക്കെ തന്നെയാണ്, അതെല്ലാം ഇസ്മുകളാണ്. അപ്പോൾ അതൊക്കെയാണ് എന്താ? അതിനെക്കുറിച്ചാണ് നമ്മൾ ഫായിൽ എന്ന് പറയുക. അതിന് ബാക്കി നോക്കൂ. വദല്ല, ഈ ഫായിൽ എന്നുള്ളത് അത് അറിയിക്കും. അലല്ലതി, ഒന്നിൻ്റെ മേൽ. അലല്ലതി, ഒരു വസ്തുവിൻ്റെ മേലാണ് അറിയിച്ചു തരിക. എങ്ങനത്തെ വസ്തുവാണ്? ഫഅലൽ ഫിഅല, ആ പ്രവൃത്തി ചെയ്ത ഒരു വസ്തുവിൻ്റെ മേലാണ് ഫായിൽ അറിയിക്കുക. അപ്പോൾ ആരാണോ ആ പ്രവൃത്തി ചെയ്തത്, ആ ചെയ്തവനെ കുറിച്ചാണ് നാം ഫായിൽ എന്ന് പറയുക. അപ്പോൾ ഈ ഉദാഹരണങ്ങളിൽ തോറൽ ഉസ്ഫൂറു, പറക്കുക എന്നുള്ള പ്രവൃത്തി ചെയ്തത് കുരുവിയാകുന്നു. ആ കുരുവിയെക്കുറിച്ചാണ് നാം അറബിയിൽ ഫായിൽ എന്ന് പറയുക. ജറൽ ഹിസാനു, കുതിര ഓടി. ആ ഓടിയത് ആരാണ്? ഓടുക എന്നുള്ള പ്രവൃത്തി ചെയ്തത് ആരാണ്? കുതിരയാണ്. ആ കുതിരയെക്കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുക? ഫായിൽ എന്ന് പറയുക. അപ്പോൾ മൊത്തത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ, ആരാണോ ഓരോ പ്രവൃത്തി ചെയ്യുന്നത്, ആ പ്രവൃത്തി ചെയ്യുന്നവനെ കുറിച്ചാണ് നാം അറബിയിൽ ഫായിൽ എന്ന് പറയുക. ഓക്കെ. അപ്പോൾ നാബിഹ് മന്തി തിന്നു എന്ന് പറഞ്ഞാൽ ആ മന്തി തിന്ന ആളാരാണ്? നാബിഹാണ്. അപ്പോൾ അവിടുത്തെ ഫായിൽ ആരാണ്? നാബിഹാണ്. ഓക്കെ. ആ ഫായിൽ എന്തായിരിക്കും? ആ ഫായിലിന് ലൊമ്മായിരിക്കും, ഇസ്മായിരിക്കും, അതുപോലെ ലൊമ്മുമായിരിക്കും. നാബിഹ് എന്നുള്ളത് ഇസ്മല്ലേ? അപ്പോൾ അക്കലെ നാബിഹുൻ, അവിടെ ലൊമ്മല്ല മക്കളെ, അങ്ങനെ ലൊമ്മായിരിക്കും നമ്മുടെ ഫായിലിനുണ്ടാവുക. അപ്പോൾ അതാണ് ഇന്നത്തെ പാഠം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ പാഠം കൃത്യമായിട്ട് മനസ്സിലാക്കി വരണം. നാം കഴിഞ്ഞ ക്ലാസ്സിന് പറഞ്ഞ തംരീനാത്തുകൾ ഉസ്താദ് ഫോട്ടോ ഇട്ട് നിന്നല്ലോ, ആ തംരീനാത്തുകൾ എല്ലാവരും കൃത്യമായിട്ട് ചെയ്തു തരണം. ഇതുവരെ വർക്ക് ചെയ്യാത്തവരുണ്ട്, അപ്പോൾ അവർക്ക് മാർക്കിനെ ബാധിക്കും. ഉസ്താദ് പലവട്ടം നിങ്ങളോട് പറഞ്ഞിരുന്നു വർക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ് ക്ലാസ് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.